നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നിഫ്റ്റിയും സെൻസെക്സും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. 25,330 ഒരു സ്ട്രോങ് ക്ലോസിംഗ് ആണെന്ന് നിഫ്റ്റിക്ക് കിട്ടിയത്. 91 പോയിൻറ്റിൻ്റെ ഗെയിൻ, 0.36% ആണ് ഗെയിൻ ഉണ്ടായത്. അതുപോലെ സെൻസെക്സ് 82,693 313 പോയിൻറ്റിൻ്റെ ഗെയിനായി. ബാങ്ക് നിഫ്റ്റി 55,493 ക്ലോസ് ചെയ്തു. 345 പോയിൻറ്റ് ഗെയിൻ, 0.63%. അപ്പോൾ ഓട്ടോ, PSU ബാങ്ക്സ്, IT, ഓയിൽ ആൻഡ് ഗ്യാസ് എല്ലാം പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തപ്പോൾ FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ടെലികോം, മെറ്റൽ എല്ലാം ഇന്ന് മൈനസിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഏതാണ്ട് 0.5% പ്ലസോടുകൂടി ക്ലോസ് ചെയ്തു. പ്രധാനമായിട്ടും UST റിഫോംസിൻ്റെ ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ US ഇന്ത്യ ട്രേഡ് ഡീൽ ഏതാണ്ട് 1-2 മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കൊമേഴ്സ് മിനിസ്ട്രി സൂചിപ്പിക്കുന്നു. അതുപോലെ അമേരിക്കൻ പ്രതികൾ ഇന്ത്യയിൽ വന്ന് ചർച്ച നടത്തുന്നുണ്ട്. ഇനി ഓൺലൈൻ വഴി ചർച്ച ബാക്കി പുരോഗമിക്കാൻ ഉള്ള സാധ്യതകളുമുണ്ട്. ഏതാണ്ട് 6ാം ഘട്ട ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റൊന്ന് US-ഉം ചൈനയും തമ്മിലുള്ള ട്രേഡ് ഡീലും ഏകദേശം ധാരണയായി. ഇതെല്ലാം ഗ്ലോബൽ മാർക്കറ്റിനും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മറ്റൊന്ന് ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്, ആ ഡിസിഷൻ ഇന്ന് രാത്രി 10:10 പുറത്തു വരും. അപ്പോൾ അതും മാർക്കറ്റിന്, ഗ്ലോബൽ മാർക്കറ്റിൻ്റെ മൊത്തത്തിലൊരു പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ചില സെക്ടറുകൾ മാത്രം, അതായത് റിയൽ എസ്റ്റേറ്റ് സെക്ടറിനൊക്കെ, വ്യാവസായിക പാർപ്പിട വാണിജ്യ പദ്ധതികൾക്ക് ഗ്രൗണ്ട് പരിധികൾ നീക്കം ചെയ്യാനുള്ള UP സർക്കാരിൻ്റെ ഒരു അത്തരത്തിൽ തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പല മീഡിയാസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ വന്നാൽ നിർമ്മാണ മേഖലയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഇതിടയാകും. അതുകൊണ്ട് നമുക്കറിയാം റേറ്റ്സ് മിക്കതും നല്ല പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റ് സെക്ടറുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി മറ്റൊന്ന്, US-ൽ നിന്ന് റീറ്റെയിൽ സെയിൽസ് ഡേറ്റയും ഇന്നലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയും വന്നത് എക്സ്പെക്റ്റേഷൻ അനലിസ്റ്റുകൾ വിചാരിച്ചതിനപ്പുറം പോസിറ്റീവായിട്ടാണ് വന്നത്. ഇതും മാർക്കറ്റിനൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നൽകുന്നുണ്ട്. മറ്റൊന്ന്, ഗോൾഡ് ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അതുപോലെ ഡേറ്റാ സെൻറ്റേഴ്സിന് 20 വർഷത്തെ ടാക്സ് എക്സംഷൻ, ആ സെക്ടറിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ പോസിറ്റീവിലാണ് നിൽക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് മിക്സഡായിട്ടാണ് ക്ലോസ് ചെയ്തത്. US ഫ്യൂച്ചേഴ്സ് ഫ്ലാറ്റായിട്ടാണ്. ഒരുപക്ഷേ റേറ്റ് കട്ടിൻ്റെ അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം ഫ്ലാറ്റായിട്ട് ട്രേഡ് ചെയ്യുന്നത്. എല്ലാവരും ഒരു റേറ്റ് കട്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 0.25 ആണോ 0.50 ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് മാർക്കറ്റിന്. അപ്പോൾ ഇന്നത്തെ റേറ്റ് കട്ടിനെ അനുസരിച്ചാണ് നാളെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് തീരുമാനിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.